സഞ്ജീവ്, എങ്ങനെയാണ് ഈ തരത്തിലേക്ക് പോലീസിനെതിരെയാണോ ഇപ്പോൾ പ്രതിഷേധം നടത്തുന്നത്? പോലീസിനെതിരല്ല, യഥാർത്ഥത്തിൽ ഇവിടെ VC എന്ന മോഹൻ കുന്നുമൽ എന്ന VC, കേരള VC യാതൊരു കാരണവശാലും വിദ്യാർത്ഥികളുടെ അവകാശത്തെ സംരക്ഷിക്കാൻ തയ്യാറാവുന്നില്ല. കലോത്സവം, സ്പോർട്സ് വിദ്യാർത്ഥികൾ കിട്ടിയേ ഇതൊന്നും നൽകുന്നില്ല. അപ്പൊ അദ്ദേഹം വരുന്നത് വരെ ഞങ്ങൾ അവിടെ സമരം ചെയ്യാൻ തയ്യാറായിരുന്നു. ആ സമരം ഇന്നലെ തുടങ്ങിയതാണ്. അതിനെ തുടർന്ന് പോലീസിനും മറ്റൊരു അധികാരികൾക്കും ഇദ്ദേഹത്തെ വിളിച്ചു വരുത്താനോ ഇദ്ദേഹവുമായി സംസാരിക്കാനോ ഇദ്ദേഹത്തെ സംബന്ധിച്ച കാര്യത്തിൽ ചർച്ച ചെയ്യാനോ ഉള്ള യാതൊരുവിധ സ്കോപ്പുമില്ല. തുടർന്ന് പോലീസ് ബലപ്രയോഗിച്ച് യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനെ ഉൾപ്പെടെ അറസ്റ്റ് ചെയ്തു. ഞങ്ങളുടെ ആവശ്യം തുടരുകയാണ്. VC അടിയന്തരമായി തിരിച്ചെത്തി റദ്ദ് ചെയ്ത യൂണിയന്റെ കലോത്സവവും മറ്റു പരിപാടികളും നടത്താനുള്ള അംഗീകാരം നൽകണം. ഇപ്പോൾ കലോത്സവം നടത്താനുള്ള അനുമതി നിഷേധിക്കുന്നു, ഫണ്ട് അനുവദിക്കുന്നില്ല. അപ്പൊ അതിനുള്ള സമരം ഇന്നലെ തന്നെ തുടങ്ങുകയാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് സമരം മുന്നോട്ട്? ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റി യൂണിയൻ ചെയർമാനും ഭാരവാഹികളും ഒക്കെ ഇപ്പോൾ അറസ്റ്റിലായിട്ടുണ്ട്. തുടർന്നുള്ള സമരങ്ങൾ ഞങ്ങൾ കൂടുതൽ തീക്ഷ്ണമാക്കും. അടിയന്തരമായി ഇപ്പോൾ ഇറക്കിയിട്ടുള്ള എല്ലാ ഉത്തരവുകളും മരവിപ്പിച്ച് VC എന്താണോ നേരത്തെ ഉണ്ടായിരുന്ന സ്ഥിതി അതിലേക്ക് യൂണിയനെ തിരികെ കൊണ്ടുവരണം. തെരഞ്ഞെടുപ്പ് ആ ഘട്ടത്തിൽ തന്നെ നടത്തേണ്ടത് എവിടെ വെച്ചാണോ നടത്തേണ്ടത് അവിടെ വെച്ച് നടത്തുന്നതാണ് ഉചിതം. അതിനായിരിക്കും ഞങ്ങൾ നേതൃത്വം കൊടുക്കുക. അതിന് തയ്യാറാവാത്ത ഘട്ടം വരെയും ഞങ്ങൾ സമരം തുടരും. അങ്ങനെ ആര്യ, സമരം ശക്തമായി തുടരാനാണ് SFI സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. കാരണം വൈസ് ചാൻസലർ ഇപ്പോഴും വഴങ്ങിയിട്ടില്ല. ഈ വിദ്യാർത്ഥി സംഘടന അല്ലെങ്കിൽ ഈ സർവകലാശാല യൂണിയൻ നേതൃത്വം ആവശ്യപ്പെടുന്നത് ഈ കലോത്സവത്തിന്റെ ഫണ്ട് അനുവദിക്കണം, കലോത്സവം നടത്താനുള്ള അനുമതി വേണമെന്നാണ്. കാരണം അവരുടെ കാലാവധി, യൂണിയന്റെ കാലാവധി അവസാനിക്കാറായി. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കലോത്സവം നടത്താനുള്ള ഫണ്ട് അനുവദിക്കേണ്ടത്, അനുമതി നൽകേണ്ടത് ആ യൂണിയന്റെ അവകാശമാണ് എന്ന് തന്നെയാണ് ഇവർ പറയുന്നത്. അതുകൊണ്ടാണ് SFI ആ സമരം ആദ്യഘട്ടത്തിൽ സർവകലാശാല യൂണിയനായിരുന്നു സമരം നയിച്ചതെങ്കിൽ പിന്നീട് ആ സമരം SFI നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു. ഇന്ന് രാവിലെ മുതൽ തന്നെ ഈ വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന ലക്ഷ്യം വെച്ച് തന്നെയാണ് SFI നേതാക്കൾ ഇന്ന് പ്രതിഷേധമായി സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയത്. പക്ഷേ വൈസ് ചാൻസലർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്ത് വന്നിരുന്നില്ല. പിന്നീട് പോലീസിന്റെ ബാരിക്കേഡ് മറികടന്ന് സർവകലാശാല കെട്ടിടത്തിൽ രജിസ്ട്രാറെ നേരിട്ട് കാണണം എന്ന ആവശ്യവുമായി SFI പ്രവർത്തകർ അവിടെ എത്തിയപ്പോൾ അതിന് രജിസ്ട്രാർ തയ്യാറായില്ല. പോലീസ് ആ കൂടിക്കാഴ്ചയ്ക്ക് അനുവദിച്ചില്ല. അവിടെ മുതൽ തന്നെ പോലീസുമായുള്ള ഒരു തർക്കം തുടങ്ങിയിരുന്നു. അങ്ങനെ ആ സംഘർഷത്തിന്റെ ഒടുവിൽ കേരള സർവകലാശാല യൂണിയൻ ഭാരവാഹികളെ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. അതിനുള്ള പ്രതിഷേധം കൂടിയാണ്. അതിനപ്പുറത്തേക്ക് ഈ കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള മാർച്ചിൽ ആ വിദ്യാർത്ഥി നേതാക്കളെ അവിടെ നിന്നും പുറത്തേക്ക് കൊണ്ടുവരുന്നതിന് അപ്പുറത്തേക്ക് ഈ സമരം കടുത്ത രീതിയിൽ തന്നെ തുടരാനുള്ള ഒരു തീരുമാനമാണ് SFI എടുത്തിരിക്കുന്നത്. വരും ദിവസങ്ങളിൽ തെരുവിലേക്ക് ഇവർ വ്യാപിപ്പിക്കുമ്പോൾ ഇപ്പോൾ SFI നേതൃത്വം തന്നെ വ്യക്തമാക്കുകയാണ് അവരുടെ നിലപാട്. പോലീസിനെതിരെയല്ല ഈ പ്രതിഷേധം. ഇപ്പോൾ ഈ മാർച്ചായി കന്റോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കാണ് SFI പ്രവർത്തകർ നടന്നു നീങ്ങുന്നത് എങ്കിൽ പോലും ഇത് പോലീസിനെതിരെയുള്ള ഒരു മാർച്ചായി, പ്രതിഷേധമായി കണക്കാക്കേണ്ടതില്ല. അവർ സർവകലാശാലയിൽ നേരിടുന്ന നീതി നിഷേധങ്ങൾ അത് പൊതുജന മധ്യത്തിലേക്ക് എത്തിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയാകാം സർവകലാശാല മതിൽക്കെട്ടിനപ്പുറത്തേക്ക് ഈ പ്രതിഷേധവുമായി SFI പ്രവർത്തകർ മുന്നോട്ട് വന്നിരിക്കുന്നത്. അല്ലേ റോഷിപാൽ? അങ്ങനെയാണ് സർവകലാശാല ആസ്ഥാനത്ത് രാവിലെ മുതൽ തന്നെ ഉണ്ടായ ഒരു സംഘർഷാവസ്ഥ. അതിനൊരു പരിഹാരം, ഈ വിഷയം ഇവർ ഉയർത്തിയ വിഷയത്തിനൊരു പരിഹാരം കാണുക എന്നതാണ്. അതൊരു ജനകീയ സമരമാക്കി മാറ്റാനുള്ള ഒരു ശ്രമമാണ് ഇപ്പോൾ SFI നേതൃത്വം എടുക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ സർവകലാശാല യൂണിയൻ തുടങ്ങി വെച്ച സമരമാണ്. കാരണം കുറെ കാലമായി സർവകലാശാല വൈസ് ചാൻസലറോട് ആവശ്യപ്പെടുന്നു, ഇതിന് പരിഹാരം വേണം, ഈ കലോത്സവം നടത്താനുള്ള അനുമതി ഉണ്ടാകണം. പക്ഷെ അതിന് പലതരത്തിലുള്ള ചർച്ചകൾ നടത്തുമ്പോഴും സർവകലാശാല യൂണിയന് ഈ കലോത്സവം നടത്താനുള്ള അനുമതി നൽകാൻ സർവകലാശാല വൈസ് ചാൻസലർ തയ്യാറായിരുന്നില്ല. ചർച്ചകൾ നടന്നപ്പോഴും അതിന് ഒരു അനുമതി ഉണ്ടാകുന്നില്ല. പിന്നീട് അത് രാപ്പകൽ സമരത്തിലേക്ക് എത്തി. രാപ്പകൽ സമരം ഇന്നലെ രാവിലെയോടെയാണ് സർവകലാശാല ആസ്ഥാനത്ത് തുടങ്ങിയത്. അതിന്ന് പ്രതിഷേധ മാർച്ചിലേക്ക് നീങ്ങുമ്പോൾ സ്വാഭാവികമായും ഇന്ന് വൈസ് ചാൻസലറുമായി ഒരു കൂടിക്കാഴ്ചയ്ക്കുള്ള അവസരം ലഭിക്കുമെന്ന് നേതാക്കളും കണക്കുകൂട്ടിയിരുന്നു. പക്ഷേ വൈസ് ചാൻസലർ ഇന്ന് സർവകലാശാല ആസ്ഥാനത്തേക്ക് എത്തിയിരുന്നില്ല. പിന്നീട് അത് വലിയ സംഘർഷത്തിൽ നീങ്ങുമ്പോഴും ആ സമരം അവസാനിപ്പിക്കാതെ SFI പ്രവർത്തകർ നേതാക്കളടക്കം അവിടെ പ്രതിഷേധം തുടർന്നതോടെ പിന്നീട് അവരെ കസ്റ്റഡിയെടുത്ത് നീക്കുക എന്ന ഒരു വഴി മാത്രമാണ് പോലീസിന് മുന്നിലുണ്ടായിരുന്നത്. കാരണം ഏതാണ്ട് സർവകലാശാലയിലെ ഭരണസമരത്തിലേക്ക് കാര്യങ്ങൾ എത്തുകയുണ്ടായി. അങ്ങനെ സർവകലാശാല മുന്നിൽ നിന്നും സർവകലാശാല കെട്ടിടത്തിൽ നിന്നും അവിടെ പ്രതിഷേധിച്ച SFI പ്രവർത്തകരെ മുഴുവൻ കസ്റ്റഡിയെടുത്ത് നീക്കാനുള്ള ശ്രമം നടന്നു. അതിൽ സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ, അത് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികളെയാണ് പോലീസ് കസ്റ്റഡിയെടുത്തത്.
അതിനുള്ള ഒരു പ്രതിഷേധം കൂടിയാണ് ഇവിടെ പ്രകടമാവുന്നത്. പക്ഷേ പോലീസിനെതിരെയുള്ള പ്രതിഷേധത്തിന് അപ്പുറത്തേക്ക് ഈ വിഷയം വിദ്യാർത്ഥികളുടെ വലിയൊരു കലോത്സവ കലാമേള, ആ കലാമേളക്ക് സർവകലാശാല അനുവദിക്കേണ്ട അവർക്ക് ലഭിക്കേണ്ട തുകയുണ്ട്. അതിന്റെ സംഘാടനത്തിന് വേണ്ടി ആവശ്യമായ തുക അത് അവരുടെ അവകാശമാണ് എന്ന് SFI വാദിക്കുന്നു. അവരുടെ അവകാശ ലംഘനമാണ്, കാരണം ഈ പണം അനുവദിക്കാതിരിക്കുമ്പോൾ. അതുകൊണ്ട് ഇക്കാര്യത്തിൽ വിട്ടുവീഴ്ചയില്ലാത്ത ഒരു സമരം തന്നെ നയിക്കുമെന്നാണ് SFI സംസ്ഥാന നേതൃത്വം പറയുന്നത്. ഏതായാലും ഇപ്പോൾ സർവകലാശാല യൂണിയൻ ഭാരവാഹികൾ ഉൾപ്പെടെ പോലീസ് അറസ്റ്റ് ചെയ്ത സാഹചര്യത്തിലുള്ള പ്രതിഷേധം കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് ഇവിടെ പോലീസ് വലിയ സന്നാഹത്തോടെ, കാരണം നമ്മളറിയാം രാവിലെ ജലവിരക്ക് തുടർച്ചയായി ഉപയോഗിച്ചിട്ടും പ്രതിഷേധ പ്രവർത്തകർ അവസാനിപ്പിച്ചിരുന്നത്. ഇപ്പോൾ സെക്രട്ടറിയേറ്റിന് തൊട്ടടുത്തുള്ള കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് നടത്തുന്ന മാർച്ചാണ്. ആ മാർച്ച് ഇവിടെ ഇപ്പോൾ പോലീസ് തടയുകയാണ്. സെക്രട്ടറിയേറ്റിന്റെ പരിസരത്ത് വലിയ ബാരിക്കേഡുകളൊക്കെ തീർത്തുകൊണ്ട് പോലീസ് ഇവിടെ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. SFI പ്രതിഷേധ മാർച്ച് ഇവിടെ എത്തിച്ചേർന്നു. ഇവിടെ ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് തടഞ്ഞിരിക്കുകയാണ് SFI സംസ്ഥാന പ്രസിഡന്റും സെക്രട്ടറിയും. ഈ പ്രതിഷേധ തടഞ്ഞിരിക്കുന്നു. അല്പസമയം മുമ്പ് നമ്മൾ സർവകലാശാലയുടെ കവാടത്തിൽ കണ്ടതുപോലെ സംഘർഷഭരിതമായ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ വീണ്ടും നീങ്ങുമോ? ആ തരത്തിലേക്ക് പ്രതിഷേധം നീങ്ങാനുള്ള സാധ്യത കുറവാണ്. കാരണം ഇവിടെ സമാധാനപരമായി തന്നെയാണ് ആ പ്രതിഷേധം ഇപ്പോൾ ഈ ബാരിക്കേഡിന് മുന്നിൽ അവസാനിച്ചിരിക്കുന്നത്. SFIയുടെ നേതാക്കൾ തന്നെയുണ്ട്. ആ തരത്തിലൊരു സംഘർഷത്തിലേക്ക് നീങ്ങാൻ അവർ തയ്യാറില്ല. കാരണം അവരുടെ സമരം പോലീസിനെതിരെയല്ല എന്ന് SFI നേതൃത്വം തന്നെ വ്യക്തമാക്കിയതാണ്. സമരം നടത്തുന്നത് സർവകലാശാല വൈസ് ചാൻസലർക്കെതിരെയാണ്. ഈ കലാമേളയ്ക്ക്, കലോത്സവത്തിന് ഫണ്ട് അനുവദിക്കാത്ത, അനുമതി നിഷേധിക്കുന്ന വൈസ് ചാൻസലർക്കെതിരെയുള്ള പ്രതിഷേധമാണ്. അത് പോലീസ് അവരെ കസ്റ്റഡിയെടുത്തപ്പോൾ അവരെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തുന്നത്. ഈ യൂണിയൻ ഭാരവാഹികൾ, അത് ചെയർമാൻ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ പോലീസ് കസ്റ്റഡിയിലാണ്. അവരെ വിട്ടേക്കണമെന്ന ആവശ്യമാണ് ഇപ്പോൾ ഈ പ്രതിഷേധത്തിൽ SFI നേതൃത്വം ഉയർത്തുന്നത്. അതിനപ്പുറത്തേക്ക് അവർ നടത്തുന്ന സമരം അതൊരു ഭാഗത്ത് തുടരും എന്ന് തന്നെയാണ് SFI സംസ്ഥാന അധ്യക്ഷൻ ഇപ്പോൾ അല്പസമയം മുമ്പ് പറഞ്ഞത്. ഏതായാലും ഈ പ്രതിഷേധം ഇവിടെ എത്തി. ഇപ്പോൾ സെക്രട്ടറിയേറ്റിന് തൊട്ടടുത്ത് ഈ കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡിൽ ബാരിക്കേഡ് തീർത്ത് പോലീസ് ഈ മാർച്ച്, SFIയുടെ പ്രതിഷേധ മാർച്ച് തടഞ്ഞിട്ടുണ്ട്. ഇവിടെ കുത്തിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ്. സംസ്ഥാന അധ്യക്ഷനും സെക്രട്ടറിയും ഈ മാർച്ചിനെ നയിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അവർ സമാധാനത്തോടെ അവരുടെ പ്രതിഷേധം ഇവിടെ രേഖപ്പെടുത്തുന്നു. ഈ അറസ്റ്റിലായ കസ്റ്റഡിയിലെടുക്കപ്പെട്ട നേതാക്കളെ വിട്ടേക്കണമെന്ന ആവശ്യമാണ് ഈ നേതൃത്വം ഇപ്പോൾ ഈ മാർച്ചിലൂടെ ഉന്നയിക്കുന്നത്. തീർച്ചയായും RO ശിവപാലാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്.